ട്രൂ മീഡിയ കേരള വന്നെത്തിയിരിക്കുന്നത് ഉളിക്കൽ നിന്നും ഇരിട്ടിയിൽ പോകുന്ന റോഡിലാണ് നിൽക്കുന്നത്. ഈ ഭാഗത്ത് ദിനംപ്രതി വാഹനാപകടം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമുക്ക് ഈ CCTV ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. CCTV ദൃശ്യങ്ങൾ കണ്ടു. 2 ദിവസം മുമ്പുള്ള CCTV ദൃശ്യത്തിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഒരു കൊച്ചിന് ഗുരുതര പരിക്ക് ഏറ്റിട്ടുണ്ടായിരുന്നു. ഇന്ന് വോട്ടെടുപ്പിന്റെ ദിവസമായി ഇന്നും ഇവിടെ ഇപ്പോൾ ഒരു കാറും ബൈക്കും കൂട്ടിയിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ദിനംപ്രതി ഈ മേഖലയിൽ അപകടം തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, നടപടി സ്വീകരിക്കേണ്ടത്? 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, റോഡിന്റെ അലൈൻമെന്റ്, അതായത് റോഡ് വീതി കൂട്ടി ടാർ ചെയ്യണം. ഇപ്പം നമുക്കറിയാം ജലനിധിയുടെ ഭാഗമായിട്ട് ഇതിലെ ട്രെഞ്ച് എടുത്തതിന്റെ ഭാഗമായി നമുക്ക് ഈ റോഡ് ഇവിടെ ഇടിഞ്ഞിട്ടാണുള്ളത്. ആദ്യം തന്നെ, അതായത് ട്രെഞ്ച് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ KSRTC ബസ് ഇടിച്ച് മതിൽ താർന്ന അവസ്ഥയുണ്ടായി. പിന്നീട് മിനിഞ്ഞാന്ന് ഇതേപോലെ എല്ലാ ദിവസങ്ങളും എന്ന് പറഞ്ഞ പോലെ 1.5 ദിവസങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്ന സ്ഥലമാണ് ഈ സ്ഥലം. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ അപകടകരമായ ഡ്രൈവിംഗ് ഒരു പ്രശ്നമാണ്. ഇവിടെ സ്പീഡ് കുറയ്ക്കാനുള്ള സ്പീഡ് ബ്രേക്കുകളോ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളോ ഏർപ്പെടുത്താതെ ഇത് ഉണ്ടാവില്ല. അതായത് എല്ലാ കാലങ്ങളിലും അവിടുന്ന് ഒരു വളവാണ്, ഇവിടുന്ന് ഒരു വളവാണ്. ഹോസ്പിറ്റലിലേക്ക് വരുന്ന വണ്ടികൾ പാർക്ക് ചെയ്യുന്നത് പാർക്കിങ്ങിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. കൊണ്ടുവെക്കുന്ന ഡ്രൈവർമാർ എനിക്കല്ലേ മറ്റൊരാൾക്ക് ഒരു അപകടം ഉണ്ടാകുമെന്നുള്ള ഒരു തിരിച്ചറിവോടെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. സ്പീഡ് ബ്രേക്കർ വെക്കാതെ യാതൊരു രീതിയിലും ഈ അപകടങ്ങൾ ഒഴിവാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. റോഡിന് വീതി കൂട്ടി ടാർ ചെയ്യുകയും ചെയ്യുക. ഇന്ന് ഒരു കാർ, ഉളിക്കലിലുള്ള ഒരു കാറും ചെമ്പന്തൊട്ടിയുള്ളതാണെന്ന് പറഞ്ഞൊരു ബൈക്കുകാരനാണ്. അദ്ദേഹത്തിന്റെ ബൈക്കുകാരന്റെ പരിക്ക് വളരെ സീരിയസ് ആണ്. അദ്ദേഹത്തെ അമല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയാണ് സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുമ്പാണ്ടായത് നമുക്ക് മനസ്സിലാകും. ഒരു സ്കൂട്ടിയും ബൈക്കും തമ്മിലാണ് ഇടിച്ചത്. ചെറിയൊരു കുട്ടി, 2 വയസ്സുള്ള ഒരു കുട്ടിക്കാണ് കൂടുതലായിട്ട് അപകടമുണ്ടായത്. ബൈക്ക് ഓടിച്ച ആളുകൾക്ക് അപകടമുണ്ടായി, പക്ഷേ കൂടുതലായിട്ട് അപകടമുണ്ടായ ഒരു കുട്ടിക്കാണ്. അന്ന് ഇത് 2 ദിവസം മുമ്പത്തെ മാത്രം പ്രശ്നമല്ല, സ്ഥിരമെന്ന് പറഞ്ഞ പോലെ അതിന് തൊട്ട് മുമ്പാണ് ഇവിടെ വെച്ച് തന്നെ ഒരു കാറും സ്കൂട്ടിയും കൂടി തമ്മിൽ ഇടിക്കാൻ വേണ്ടി വരികയും സ്കൂട്ടിക്കാരൻ നിലത്ത് വീഴുകയും ചെയ്തത്. അദ്ദേഹം വേഗം പോയതുകൊണ്ട് എല്ലാവർക്കും സ്പീഡ് ഒരു പ്രശ്നം തന്നെയാണ്. ഇവിടെ സ്പീഡ് ബ്രേക്കർ വെക്കാതെ ഒരു രീതിയിലും ഈ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുകയില്ല. അപകടം തുടർക്കഥയായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ നഴ്സിംഗ് ഹോമിന്റെ ഫ്രണ്ടിൽ തന്നെ. കഴിഞ്ഞ ദിവസം തന്നെ ഒരു കൊച്ചുകുട്ടി, ഏകദേശം 4 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ് ഇങ്ങനെ അപകടത്തിൽ പെട്ടത്. ശരിക്കും ഇവിടെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു ആ സമയത്ത്. കാരണം ഒരു 3.5-4 വയസ്സുണ്ടാവും കുട്ടിക്ക്. ഒരു ബൈക്ക് 2 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചതാണ്. ആ കുട്ടിക്ക് വന്ന സമയത്ത് ശ്വാസം എടുക്കുന്നില്ല. പിന്നെ കുട്ടി ആകെ നമ്മളെ കൈവിട്ട് പോയൊരു അവസ്ഥയായിരുന്നു. ഇതിൻ്റെ ജസ്റ്റ് മുമ്പെന്നായിരുന്നുകൊണ്ടായിരിക്കണം ആ ഒരു മിനിറ്റിൽ നമുക്ക് CPR സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് ആ കുട്ടി രക്ഷപ്പെട്ട് ഞാൻ തന്നെ കൂടെ പോയി ആംബുലൻസിൽ ഞാനും കൂടെ പോയിട്ടാണ് അമല വരെ എത്തിച്ചത്. ഇപ്പോൾ കുട്ടി കണ്ണൂർ മിംസിലുള്ളത്. പിന്നെ അതിന് ശേഷമാണ് ഇന്ന് രാവിലെ ഞാൻ OP നോക്കാൻ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഞാൻ 2 ദിവസം മുമ്പാണ് ഈ സംഭവം നടന്നത്. OP നോക്കാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് വീണ്ടും ഇതുപോലൊരു അപകടം. കഴിഞ്ഞ വർഷം 2025 ജനുവരിയിൽ നമ്മുടെ കോക്കാടിലൊരു യുവാവ്, അധികം ജോലി പോയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കുടുംബമാണ്, അന്നാണ് ജോലി ചെയ്യുന്ന ആളുകളാണ്. ഒരു അപകടം പറ്റിയിട്ട് ഏകദേശം 1 വർഷത്തോളം ആളും കിടപ്പില്ല. ഞാൻ ഡ്രസ്സിങ്ങിനും ഇതിനൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു അപകടം മതി ചില ആളുകളുടെ ജീവിതത്തിൽ ഭയങ്കര കുറേ കാലത്തെ ബുദ്ധിമുട്ട് അവർ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ നമ്മളെ പഞ്ചായത്തിൽ സംസാരിച്ചിരുന്നു. ഇന്നലെ 2 ദിവസം മുമ്പ് ആ കുട്ടിയുടെ ആക്സിഡൻറ്റ് സംബന്ധിച്ച സമയത്ത് പഞ്ചായത്തിലും സംസാരിച്ചിട്ടുണ്ട്. അവർ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ട് പെർമിഷൻ വാങ്ങിയിട്ട് നമുക്കിവിടെ ഒരു സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം, ഇനി എല്ലാ അപകടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ. ഇപ്പോൾ ട്രൂ മീഡിയയോട് സംസാരിച്ചത് ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ നാട്ടുകാരൊക്കെ പറയുന്നത് ഇവിടെ ഒരു സ്പീഡ് ബ്രേക്കർ ഇവിടെ നിർബന്ധമായും വാഹനത്തിൻ്റെ സ്പീഡ് കുറയ്ക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ്, അധികൃതർ ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഈ നഴ്സിംഗ് ഹോം ഉള്ളത് കൊണ്ടാണ് ആ കുട്ടി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഇപ്പോൾ മിംസിലാണ് ഉള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഉളിക്കൽ ഇരിട്ടി റോഡിൽ ഈ നഴ്സിംഗ് ഹോമിന് മുൻവശത്ത് തന്നെ ഒരു സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കണമെന്നാണ് ഇവരുടെയൊക്കെ ആവശ്യം. ഇനിയൊരു അപകടങ്ങളും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. ടീം ട്രൂ മീഡിയ കേരള.